Welcome to Flavors of India. എല്ലാം വളരെ കളർഫുൾ ആയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നല്ല രസമുണ്ട്. ബാഗ്സ്, പ്ലാസ്റ്റിക്സ്, ഇവിടെ കുറേ ഗൗൺസ്, നൈറ്റ് ഗൗൺസ്. ഇതെല്ലാം 100, 140, 100 ഏതെടുത്താലും 100. അത് ലാഭമല്ലേ? 100, 140, 120 അത്രേ ഉള്ളൂ വില. ഈ ഭാഗത്തെല്ലാം കുറേ സാരി ഷോപ്സും ഉണ്ട്, കണ്ടില്ലേ? $750 എന്നാണ് പറയുന്നത്. ഈ ടൈപ്പല്ല നല്ല ഭംഗിയുണ്ട്. സീത്രൂ ആണ്, പക്ഷേ ഭയങ്കര തിൻ മെറ്റീരിയലാണ്. ഇത് ഇവരുടെ ഡബങ് സാരി എന്നാണ് പറയുന്നത്. 250, 250 രൂപ. അതിൽ ഭയങ്കര ക്വാളിറ്റി ഒന്നുമല്ല, പക്ഷേ ഇതൊരു വ്യത്യാസമുള്ള ടൈപ്പാണ്. ഇപ്പോഴത്തെ ഒരു ഫാഷനാണെന്ന് തോന്നുന്നു. ഡബങ് സിനിമയുടെ പേരിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇത് പകുതി സാറ്റിൻ പകുതി നെറ്റായിട്ട് വരുന്നതാണ്. ഇത് 1500 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സാരീസ് ഉണ്ട്, വലിയ വിലക്കുറവിലാണ്. കണ്ടില്ലേ, ഈ കാണുന്ന എല്ലാം ഫിക്സഡ് റേറ്റ്. ഇതെല്ലാം 750. ഈ കാണുന്നതെല്ലാം ഏതെടുത്താലും, ഈ സൈഡിലുള്ള ഏതെടുത്താലും 750 രൂപ. ഇനി ഇതിലും കുറഞ്ഞ സാരീസുണ്ട്. സാധാരണ സിന്തറ്റിക് ഷിഫോൺ സാരീസ് 150, 230. ഇതെല്ലാം 150 മുതൽ 230 രൂപ വരെയുള്ള സാരീസ്. സാരിക്കൊന്നും ഒരു വിലയില്ലാന്ന് വേണമെങ്കിൽ പറയാം. 150 രൂപയ്ക്കൊക്കെ നല്ല സാരീസ്. 160, 230, 230ക്കും എല്ലാം നല്ല നല്ല സാരീസ്. 230 രൂപയുടെ സാരിയാണിത്. നല്ല ഭംഗിയുണ്ട്. ഫ്ലോറ്, വൈറ്റ്, റെഡ് ആൻഡ് ബ്ലാക്ക്, ഇങ്ങനെ കുറേ നല്ല സാരീസ്. പിന്നെ ഈ ഭാഗത്ത് വന്നാൽ ഇതെല്ലാം 300 രൂപയുടെ സാരീസാണ്. ഇങ്ങോട്ട് വന്നാൽ 550. ഇതെല്ലാം 550 രൂപ. അപ്പോൾ എല്ലാം ഫിക്സഡ് പ്രൈസാണ്. അതുകൊണ്ട് നമുക്ക് ചോദിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു ഏരിയയിലേക്ക് ചെന്നാൽ മതി, എന്തൊക്കെയാണെന്നറിയാം. 450. ഇവിടെ ഏതെടുത്താലും 450 രൂപ. ഈ റെഡ് സാരിയൊക്കെ നല്ല ഭംഗിയില്ലേ? യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ. ഈ സെക്ഷനിലെല്ലാം 650. അപ്പോൾ ഒരുപാട് സാരീസ് വലിയ വിലയില്ലാണ്ട് സാരി വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി. വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് സാരീസ്. പിന്നെ ഇതെന്താ, ഇത് പട്ട് സാരി പോലെയൊക്കെയുള്ള 450 രൂപയുടെ സെക്ഷനാണിത്. 450 ഇങ്ങനത്തെ സാരീസ് ഫാൻസി. ഇത് 350 ഉള്ളൂ, പക്ഷേ ഇതിൽ എംബ്രോയ്ഡറി കൂടി ചെയ്തിട്ടുണ്ട് സാരീസിൽ.
ഈ ഷിഫോൺ ടൈപ്പ് സാരിയാണ്. ये भी 350 वाला. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. നോക്കൂ, ഇതിൻ്റെ ബോർഡറിലൊക്കെ ഇതെല്ലാം ഒരു എംബ്രോയിഡറി വെച്ച പോലത്തെ നല്ല സോഫ്റ്റ് സാരി. 350. ഇത് കണ്ടില്ലേ, ഇതിലിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് സാരി. ഇത് നമ്മളങ്ങനെ കാണാത്തതാണ്. ഷിഫോണിൽ വർക്ക് ചെയ്തിട്ട് 350 ഉള്ളൂ. പക്ഷേ ഇതിൽ എംബ്രോയിഡറി ചെയ്തിരിക്കണം. 350 രൂപയേ ഉള്ളൂ. കുറേ സാരി വിലക്കുറവാണ്, ഭയങ്കര വിലക്കുറവാണ്. ഇത് 260 രൂപയുടെ സെക്ഷൻ. ഈ സത്യം എന്ന് പറഞ്ഞ സാരീസാണ്, കണ്ടില്ലേ? ഹാഫ് സാരി മതി. ഈ ഭാഗം പ്ലെയിൻ, ഇത് പ്രിന്റഡ്. ഇതെല്ലാം 350 rupees only. യെല്ലോ ആൻഡ് വൈറ്റ്. ഇത്രയും വർക്ക് ചെയ്ത സാരിയാണ്. ഇത് 750 ഉള്ളി. അതിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. 750 രൂപ. ഇതാണ് ആ സാരീസ് കേട്ടോ. സീക്വൻസ് വർക്ക്, ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ്സിൽ. ഇതെല്ലാം 750 ആണ്. അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്. യെല്ലോ, സമയമാകാറായി. പക്ഷേ കടകളൊന്നും അടച്ചിട്ടില്ല. ഇവിടെ എല്ലാം ഈ മാർക്കറ്റ് ഏരിയ എല്ലാം സജീവമാണ്. എല്ലാ ടൈപ്പ് കാര്യങ്ങളും ഉണ്ട്. ക്ലോത്ത്സ്, സാരീസ്, ഡ്രസ് മെറ്റീരിയൽസ്, സൽവാർ, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. പിന്നെ എനിക്ക് തോന്നിയത് ഏറ്റവും ലാഭം എന്ന് വെച്ചാൽ ക്രോക്കറീസ്, ചപ്പൽസ്, ബാഗ്സ്, അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ, അതൊക്കെ ഭയങ്കര ലാഭമാണ്. ഔറംഗപുര മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ നടന്നു തുടങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഉമ്മാർകുട എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ തുണികളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ്. ഔറംഗപുര എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഭക്ഷണ കാര്യങ്ങളെല്ലാം കണ്ടത്. അപ്പോൾ ഇനിയും കുറച്ച് സമയം കൂടെ വേണമെങ്കിൽ ഇവിടെ കറങ്ങി നടക്കാം. ഒരുപാട് കാണാനില്ല, വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. പക്ഷേ ഒരുപാട് ലേറ്റായി. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ കടയെല്ലാം അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോകാം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഔറംഗാബാദ് എന്നുള്ള മഹാരാഷ്ട്രയിലെ സ്റ്റേറ്റിലെ വിശേഷങ്ങൾ. ഇവിടെ ഒരുപാട് ഹെറിറ്റേജ് സൈറ്റ്സ് ഉണ്ട്. അജന്ത, എല്ലോറ കേവ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലോറയിലെ കേവ് വിശേഷങ്ങൾ, എല്ലോറ കേവ്സ്. അപ്പോൾ ഇത് റോക്ക് കട്ട് സ്കൾപ്ചേഴ്സ് ആണ്. വലിയ പാറകൾ തുരന്നുണ്ടാക്കിയിരിക്കുന്ന മനോഹരമായ ഒരു ആർട്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിങ്ങനെ ഈ ഒരു ഏരിയ മുഴുവൻ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുകയാണ് ഈ ഒരു ടെമ്പിൾ ആർട്ട്. ഈ കാണുന്ന ഒരു കേവ് ടെമ്പിൾ ആർട്ട്. കേവ് 16 എന്ന് പറയുന്നത് കൈലാഷ എന്ന് പറയുന്ന ടെമ്പിളാണ്. കേവ് 16. കൈലാഷ എന്ന് പറയുന്നത് ഒരു മൊണോലിത്തിക് റോക്കറ്റ് ടെമ്പിളാണ്. അത് മറ്റുള്ള സറൗണ്ടിങ് റോക്സ്, അതായത് ചുറ്റുമുള്ള പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു റോക്കറ്റ് ടെമ്പിളാണ്. ഇതിനെ ഒരു വലിയ പാറയെ തുരന്ന് മുകൾ ഭാഗം തൊട്ട് തുരന്ന് താഴെ വരെ തുരന്നെടുത്തിട്ട് അതിനകത്താണ് ഇതിങ്ങനെ കൊത്തിയെടുത്തിരിക്കുന്നത്. ഏകദേശം 10 ജനറേഷൻസ്, 10 തലമുറകളാണ് ഇതിനു വേണ്ടിയിട്ട് പണി ചെയ്തതെന്നാണ് പറയുന്നത്. ഏകദേശം 200 വർഷത്തോളം എടുത്തു ഇതിൻ്റെ.
സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ എലോറ കേവ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എലോറ കേവ്സ് എന്ന് പറഞ്ഞാൽ 34 എലോറ കേവ്സാണ് ഉള്ളത്. പക്ഷേ എല്ലാം കാണാൻ നമുക്ക് സാധ്യമല്ല. അതിൽ തന്നെ ഹിന്ദു കേവ്സ് ഉണ്ട്, ബുദ്ധിസ്റ്റ് കേവ്സ് ഉണ്ട്, ജെയിൻ കേവ്സ് ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഹിന്ദു കേവ് ടെമ്പിളും ബുദ്ധിസ്റ്റ് കേവ് ടെമ്പിൾസ് എല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി ജെയിൻ കേവ് ടെമ്പിൾ ബാക്കിയുണ്ട്. പില്ലേഴ്സിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനമാണ്. ഇത് ശരിക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഫീല് തരുന്ന പില്ലേഴ്സാണ്. അതെന്നുള്ള സ്പെഷ്യൽ പ്ലേസ്. എല്ലാം തന്നെ വൈൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഔറംഗാബാദ് സിറ്റി, പിന്നെ നാസിക് ടു ഔറംഗാബാദ് യാത്ര, ഇതെല്ലാം വളരെ രസകരമായിരുന്നു. നാസിക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പിൽഗ്രിമേജ് സെന്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ല. എങ്കിൽ പോലും എങ്ങോട്ട് തിരിഞ്ഞാലും ക്ഷേത്രങ്ങളുള്ള ഒരു നഗരിയാണ്. അങ്ങനെ നമ്മളൊരു 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് ത്രയംബകേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ത്രയംബകേശ്വർ ടെമ്പിളിന്റെ ഫ്രണ്ടിലാണ് ഞാൻ. കൂവളത്തല, പൂക്കൾ, ഇതെല്ലാം ആയിട്ടാണ് അകത്തേക്കുള്ള നമ്മൾ അർച്ചനയ്ക്ക് കൊണ്ടുപോകേണ്ടത്. പിന്നെ ഇവിടെ 3 പ്രതിഷ്ഠകളാണ്, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. അതാണ് ത്രയംബകേശ്വർ എന്ന് പറയുന്നത്. ഇപ്പോൾ 12 ജ്യോതിർലിംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജ്യോതിർലിംഗത്തിൻ്റെ ക്ഷേത്രവും കൂടിയാണിത്. അപ്പോൾ 3 ദൈവങ്ങളും സംഗമിക്കുന്ന സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രം ഉള്ളിൽ വളരെ പുരാതന ക്ഷേത്രമാണ്, പുരാതന ക്ഷേത്രം. ഇത് ഗോദാവരി തീരമാണിത്, ഗോദാവരി നദി. അതിൻ്റെ ഓരത്ത് ധാരാളം ക്ഷേത്രങ്ങൾ. നമ്മൾ കാലാറാം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കാലാറാം ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ ഈ സ്പോട്ടിൽ, ഈ സ്ഥലത്താണ് ശൂർപ്പണഖയുടെ മൂക്ക് ലക്ഷ്മണൻ വെട്ടിമാറ്റിയതെന്നാണ് പറയുന്നത്. വലിയൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹിംറു സാരീസും പൈത്താനി സാരീസും പറഞ്ഞ 2 ടൈപ്പ് ഓഫ് സാരീസാണ്. അത് ഔറംഗാബാദ് സ്പെഷ്യലാണ്.
അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്നു. എല്ലാം വളരെ ആസ്വാദികരമായിരുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാം. അതുവരെ